ശബരിമല യുവതീ പ്രവേശത്തിൽ സുപ്രീം കോടതി പരിശോധിക്കുക 7 സങ്കീർണ വിഷയങ്ങളാണ്. മതസ്വാതന്ത്ര്യവും തുല്യതയും തുടങ്ങി ആചാരങ്ങൾ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണോ എന്നതുൾപ്പെടെ പരിശോധിക്കും. മറ്റെന്തെങ്കിലും അനുബന്ധ വിഷയമുണ്ടെങ്കിൽ അതും മാർച്ച് 4 മുൻപ് കോടതിയെ അറിയിക്കാനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത് പരസ്പരം കുരുങ്ങിക്കിടക്കുന്ന ഭരണഘടനാ വിഷയങ്ങൾ. 7 തരംതിരിച്ചാണ് ഈ സങ്കീർണമായ ഭരണഘടനാ വിഷയങ്ങൾ 9 അംഗ വിശാല ബെഞ്ച് വാദം കേൾക്കുക. 1. ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യവും തുല്യതയും സംബന്ധിച്ച അനുച്ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം. 2. മതസ്വാതന്ത്ര്യം സംബന്ധിച്ച 25(1) അനുച്ഛേദത്തിലെ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്ന ഘടകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 3. ധാർമ്മികത, ഭരണഘടനാ ധാർമ്മികത എന്നീ പ്രയോഗങ്ങൾ ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല. ഇത് മതവിശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ടതാണോ? 4. ആചാരങ്ങൾ മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണോ എന്നത് കോടതിക്ക് എത്രമാത്രം പരിശോധിക്കാം? അതല്ലെങ്കിൽ ആ വിഷയം മതമേധാവിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടതാണോ? 5. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദത്തിൽ പറയുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്താണ്? 6. ഒരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒഴിച്ചുകൂടാനാകാത്ത മതാചാരങ്ങൾക്ക് ഭരണഘടനാ അനുച്ഛേദം 26 സംരക്ഷണമുണ്ടോ? 7. മതപരമായ ആചാരങ്ങളെ ആ മതത്തിലോ വിഭാഗത്തിലോ പെടാത്ത വ്യക്തി പൊതുതാൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം അനുവദിക്കാനാകും തുടങ്ങിയ ഭരണഘടനാ വിഷയങ്ങളിലായിരിക്കും സുപ്രീം കോടതി പരിഹാരം കാണുക. മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം ഉറപ്പാക്കണമോ എന്ന സങ്കീർണമായ ഭരണഘടനാ വിഷയത്തിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് വാദം കേൾക്കാനാണ് സുപ്രീം കോടതി ഒരുങ്ങുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വാദങ്ങൾ നിർണായകമാകും. ആർ അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.